താനെന്ന കുറ്റാന്വേഷകന്റെ സകല വൈദ്യുദ്യങ്ങളെയും ആവാഹിച്ചതിന് ശേഷമാണ് ആസാദ് യാത്ര തിരിച്ചത്. ചോദ്യങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് കൂടിയാണ് ആസാദ് ചന്ദ്രന്റെ യാത്ര. നമുക്ക് തുടങ്ങാം. ഇറ്റ്സ് മീ യുവർ വിമൽ വി ജസ്റ്റ് ടോക്ക്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ പടപ്പുറപ്പാടിന് മുന്നിൽ ഈ കേസ് തമിഴ്നാടിന്റെ ചില ഉൾഗ്രാമങ്ങളിൽ അവശേഷിപ്പിച്ച രഹസ്യങ്ങൾ കൂടി അനാവരണം ചെയ്യപ്പെട്ടു. അതേസമയം ഇങ്ങ് വളഞ്ഞകാവിൽ ആസാദ് പറഞ്ഞേൽപ്പിച്ച പ്രകാരം ചില ഒരുക്കങ്ങൾ നടത്തുന്ന തിരക്കിലായിരുന്നു ആന്റണി. ഇത്രയും നാൾ ഈ കേസിലെ സകല ദുരൂഹതകളുടെയും ഗർഭം പേറിയത് ആ കിണറാണ്. പക്ഷെ ഇന്ന് അതിന് ഭാരം കുറഞ്ഞിരിക്കുന്നു. അതിനെ തുറന്ന് ഉള്ളിലേക്ക് പോകേണ്ട സമയവും ഇത് തന്നെയാണ്. പക്ഷെ അന്ധവിശ്വാസങ്ങൾ അരങ്ങു തകർക്കുന്ന ഒരു നാട്ടിൻപുറമാണിത്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ കോലാഹലങ്ങളുടെ മാറ്റൊലി ഇതുവരെയും അടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു നാടിനോട് അവരുടെ തലമുറകളെ തന്നെ നാമാവശേഷമാക്കാൻ ശേഷിയുള്ള ഒരു ഭീഷണിയെ എങ്ങനെ അവതരിപ്പിക്കും? നേരെ പോ എന്ന രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാമെന്ന് കരുതിയാൽ രാജിയുടെ പടിവാതിക്കൽ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ഈ സംഭവങ്ങളെ ഏതു തരത്തിൽ ഉപയോഗിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. ഇനി ഇതൊക്കെ വെറും ഊഹാഭോഹങ്ങൾ മാത്രമാണെങ്കിലോ? എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണമെങ്കിൽ തന്നെ ആ കിണറിനുള്ളിലെ മണ്ണ് പുറത്തെടുത്തേ മതിയാവും. പക്ഷേ അത് ആര് ചെയ്യും? ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അതൊരു ആത്മഹത്യാപരമായ തീരുമാനമാണ്. എന്തായാലും അവിടുത്തെ പോലീസുകാരെയോ നാട്ടുകാരെയോ ഒന്നും പ്രതീക്ഷിക്കേണ്ട. എന്തിന്? ആന്റണി വരെ അതിന് തയ്യാറല്ല. പക്ഷെ അഗസ്നോസിന്റെ ഏലക്കാടുകളിൽ പണിയെടുക്കുന്ന തമിഴന്മാർക്ക് ഒരുതരം ചാവേറുകളുടെ മനോഭാവമായിരുന്നു. അഗസ്നോസിന് വേണ്ടി ജീവത്യാഗം ചെയ്യാനുള്ള അവസരത്തിനായി തമ്മിലടിക്കുന്ന മനോഗതിയിലേക്ക് അഗസ്നോസ് ഇതിനോടകം അവരെ പറിച്ചു നട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒന്നും ശാസ്ത്രീയമായ വശങ്ങൾ അഗസ്നോസിന് അത്രയ്ക്കങ്ങ് ജയിച്ചില്ല. പക്ഷെ കാര്യങ്ങളുടെ ഗൗരവം അയാളും മനസ്സിലാക്കുന്നു. ഇതിനോടകം ആന്റണി ചില സുഹൃത്തുക്കൾ വഴി മെഡിക്കൽ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ചില സ്യൂട്ടുകളും മറ്റും സംഘടിപ്പിച്ചിരുന്നു. അതൊന്നും ഒരു ആണവ വികരണത്തെ പ്രതിരോധിക്കാൻ കരുത്തുള്ളതല്ല എന്ന തികഞ്ഞ ബോധ്യം ആന്റണിക്കുണ്ടായിരുന്നു. എങ്കിലും ചില ഒരുക്കങ്ങൾ എന്ന രീതിയിൽ ഇങ്ങനെയുള്ള ചില ക്രമീകരണങ്ങൾ അയാൾ ഏർപ്പെടുത്തി. അങ്ങനെ അന്ന് രാത്രി വളഞ്ഞകാവ് ഉറക്കത്തിലേക്ക് വഴുതി വീണതും ആന്റണിയും സംഘവും ഉണർന്നു. അവരാ കിണർ കുഴിക്കാൻ ആരംഭിച്ചു. മണ്ണിൽ പണിയായുധങ്ങൾ തട്ടുന്ന ശബ്ദം ആന്റണിയുടെ ഹൃദയത്തിലും പ്രതികരിച്ചു. ആദ്യമായി കിണറ്റിലേക്ക് ഇറങ്ങിയ 2 പേർക്ക് സമയം മുന്നോട്ട് പോകുന്തോറും ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങനെ അവർ തിരിച്ചു കയറുകയും അടുത്ത 2 പേർ കിണറിനുള്ളിലേക്ക് ചാടി ഇറങ്ങുകയും ചെയ്തു. ഈ പറഞ്ഞ ക്രമത്തിലാണ് അന്ന് രാത്രി പണി മുന്നോട്ട് പോയത്. പുലർച്ചെ 3:30 പണിയായുധങ്ങൾ ഏതോ ലോകത്തിൽ തട്ടുന്ന ശബ്ദം കിണറ്റിൽ നിന്നും കേട്ടു തുടങ്ങി. അവശേഷിച്ചിരുന്ന മണ്ണുകൂടി അവർ പുറത്തെത്തിച്ചു. അപ്പോൾ അവർ ചവിട്ടി നിന്നിരുന്നത് ഒരു ഇരുമ്പ് തറയിലാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ കിണറിന്റെ ആ ഭാഗത്ത് വെച്ച് കിണറിന് കുറുകെ ഒരു തടസ്സം സൃഷ്ടിച്ചിരുന്നു. ഒരു ഇരുമ്പടപ്പ് എന്ന് തന്നെ പറയാം. അത് ഉയർത്തുന്നതിന് ആവശ്യമായ ഒരു ചെറിയ ലിവറും അതിന്റെ വശത്തായി ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് അവർ മെല്ലെ ആ ഇരുമ്പടപ്പ് ഉയർത്തി. അതിനുള്ളിലേക്ക് ആ കിണർ നീണ്ടുപോകുന്നുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന റാന്തൽ ഒരു കയറിൽ കെട്ടി അവർ താഴേക്കിറക്കി. ആ റാന്തൽ വെളിച്ചത്തിൽ വെള്ളി നിറത്തിലുള്ള ഒരു പദാർത്ഥത്തിന്റെ അവശിഷ്ടങ്ങൾ കിണറിന്റെ മൂലകളിൽ വെട്ടിത്തിളങ്ങി. അതിന്റെ മുകളിലായി കൈകൾ വിരിച്ചു പിടിച്ച രീതിയിൽ അസ്ഥികൂടങ്ങൾ പുറന്തള്ളി അഴുകിയ 2 മൃതദേഹങ്ങൾ മലർന്നു കിടപ്പുണ്ടായിരുന്നു. കൊതുകിന്റെ മൂളലിന് സമാനമായ ഒരു ശബ്ദ തരംഗം ആ അന്തരീക്ഷത്തിൽ പതുക്കെ വ്യാപിച്ചു. അപ്പോഴേക്കും കിണറിനുള്ളിൽ ഉണ്ടായിരുന്ന തൊഴിലാളികൾ പൂർണ്ണമായും ബോധരഹിതരായി. മുൻകരുതൽ എന്ന രീതിയിൽ അവരുടെ അരയിൽ കെട്ടിയിരുന്ന കയർ ഉപയോഗിച്ച് അവരെ പെട്ടെന്ന് വലിച്ച് പുറത്തെടുത്തു. അതിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തണമെന്ന അതിയായ ആഗ്രഹം ആന്റണിക്കുണ്ട്. പക്ഷെ നിർവാഹമില്ല. കാരണം ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ വളഞ്ഞകാവിൽ സംഭവിച്ചതൊക്കെയും അനൗദ്യോഗികമാണ്. ഒരു സ്റ്റേറ്റിനെ തന്നെയാണ് യഥാർത്ഥത്തിൽ വെല്ലുവിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ ആ മൃതദേഹങ്ങളെയും കണ്ടെത്തിയ രഹസ്യങ്ങളെയും അതിൽ തന്നെ മണ്ണിട്ട് മൂടി. പക്ഷേ എന്നിരുന്നാലും കണ്ടെത്തിയ മൃതദേഹങ്ങൾ ആരുടേതാണെന്ന് ആന്റണി ഊഹിച്ചു. കൊലപാതകം നടന്ന ദിവസം തമിഴന്മാരെ കൈകാര്യം ചെയ്യുന്നതിനായി രഘു പറഞ്ഞയച്ച അയാളുടെ 2 തൊഴിലാളികളെ പിന്നീടാരും കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഇനി അവരെ ആരും കാണാനും പോകുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ദയയുടെ നിഗമനങ്ങൾ പരമസത്യങ്ങളാണ്. അതിൻ്റെ ഒരു അവശേഷിപ്പ് മാത്രമേ ഇതിനുള്ളിലുള്ളത് എന്നതൊഴിച്ചാൽ ആശ്വാസജനകമായ മറ്റൊന്നുമില്ല. തിരികെ മണ്ണ് കിണറ്റിലേക്ക് ഇടുന്ന സമയത്ത് ആന്റണി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിരുന്നു.
രഘുവിന്റെ പുരയിടത്തിൽ കുഴിച്ചെന്ന് പറയപ്പെടുന്ന കുളത്തിൽ നിന്നും പുറത്തെടുത്ത മണ്ണിന്റെ അത്രയൊന്നും വരില്ല ഈ കിണറിനുള്ളിലെ മണ്ണ്. അപ്പോഴേക്കും നേരം വെളുത്തിരുന്നു. അന്ന് ഉച്ചയോടുകൂടി ആസാദ് തിരികെ എത്തി. ആ രാത്രി സംഭവിച്ചതൊക്കെയും ആന്റണി വിവരിച്ചു കൊടുത്തു. ഒരു തരി അത്ഭുതമില്ലാതെ ആസാദ് അത് കേട്ടുന്നു. അന്ന് രാത്രി അഗസ്നോസിനെയും കോൺസ്റ്റബിളിനെയും കൂട്ടി തന്റെ ക്വാർട്ടേഴ്സിലേക്ക് എത്താൻ ആസാദ് ആന്റണിയോട് ആവശ്യപ്പെട്ടു. ആസാദിന് അവരോടൊരു കഥ പറയാനുണ്ടായിരുന്നു. ഒരിക്കൽ മാത്രം കേൾക്കാൻ കൊള്ളാവുന്ന ഒരു ഒടുക്കത്തെ കഥ, ഒരു അവസാനത്തെ കഥ. ഇറ്റ്സ് മീ യുവർ വുമൻ സൈനിങ് ഓഫ്.